പൂപ്പറക്കലാണല്ലേ? നല്ല രസമുണ്ടല്ലേ ചേച്ചി? നല്ല പൂവാ, നല്ല ഭംഗിയല്ലേ കിടക്കണ. രാവിലെ ഇങ്ങനെ വന്നിട്ട് കാണണം, എന്തൊരു രസാന്നറിയാവോ. ശരിക്കും ഒരു പട്ടുമെത്ത വിരിച്ച മാതിരി ആയിരിക്കും ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. നമ്മള് ബൊക്കയില്ലേ, റോസയുടെ ബൊക്കയില്ലേ, അതിരിക്കണ മാതിരിയാണ് ഓരോ തണ്ടിലും ഇങ്ങനെ പൂക്കൾ ഇരിക്കുന്നത്. എന്ത് ഭംഗിയാന്നറിയാവോ. കണ്ട ഇങ്ങനെ കണ്ണെടുക്കാൻ തോന്നില്ല അതുപോലെ. കാരണം ഒരു ഒറ്റ ഇലയില്ല, ഫുള്ള് പൂവാ. അത് ആ ഒരു പിങ്ക് കളറാണ് ഫുള്ള്. ഇങ്ങനെ നമ്മളെ മേളിലോട്ട് നോക്കുമ്പോൾ ആകാശത്തിന് പിങ്ക് കളർ ഫീൽ ചെയ്യും ആ പൂക്കളെ കാണുമ്പോഴത്തേക്കും. വൈകുന്നേരം കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാം. കാറ്റാവുമ്പോ ഇങ്ങനെ നിറയെ ഇങ്ങനെ വന്നിട്ട് വീഴും. രാവിലെ ഇവിടെ വന്ന് നോക്കണം. ആരും നടക്കാത്ത സമയത്ത് ഇതിങ്ങനെ വന്നാൽ നല്ല മെത്ത വിരിച്ച മാതിരി ഇങ്ങനെ ഫുള്ള് ഇവിടെ ഇങ്ങനെ നിറയെ ഇട്ടേക്കുമായിരിക്കും. ഞങ്ങൾ രാവിലെ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തായിരുന്നു ഇങ്ങനെ പൂ കിടക്കണം. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി കയറും, ആൾക്കാർ നടന്നൊക്കെ ഇത് ഇതായി പോകും. പക്ഷെ എന്ത് രസമാണെന്നറിയോ. അയ്യോ ഭയങ്കര രസം അത് കാണാനായിട്ട്. അതിനുവേണ്ടി ഞാൻ ഇന്ന് രാവിലെ വരുകയും ചെയ്തു. കേറി വരുമ്പോൾ ഇത് കാണുന്നത്. അതെ. പേരെന്താ? ഇതിന്റെ പേര് ട്രംപറ്റ് ട്രീ എന്നാ പറയുന്നത്. ട്രംപറ്റ്, ട്രംപല്ല, അമേരിക്ക. കാരണം ട്രംപ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്ന അമേരിക്ക അല്ലേ. അമേരിക്ക, മധ്യ അമേരിക്കയിൽ വളരുന്ന ഒരു ചെടിയാണ്. അപ്പം നമ്മുടെ നാട്ടിലുള്ള ചെടിയല്ല ഇത്. നമ്മളെന്തായാലും നല്ല മഴ വെയിലാണ്, നമുക്ക് അങ്ങോട്ടേക്ക് മാറി നിന്നിട്ട് സംസാരിക്കാം. ഇതിന് നമ്മുടെ നാട്ടിലുണ്ടല്ലോ വസന്ത ചെമ്പകം അല്ലെങ്കിൽ പിങ്ക് പൂമരം. കാരണം ആ ഒരു കളർ കണ്ടോ, ആ മരത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ ഫുൾ ഒരു പിങ്ക് കളറിന്റെ കോമ്പിനേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് നമ്മുടെ ആകാശത്തേക്കൊക്കെ നോക്കുന്ന ഒരു ഫീലില്ലേ. ആകാശത്തേക്ക് നോക്കുമ്പോൾ ആകാശം പിങ്ക് കളറിൽ ഇരിക്കുന്ന പോലെ ഒരു ഫീല്. വൈകുന്നേരം ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാനായിട്ട്. വസന്ത ചെമ്പകം, പിങ്ക് പൂമരം അങ്ങനെയൊക്കെ അറിയപ്പെടും. അതെ, ഞാനിവിടെ ഒന്ന് ഇരിക്കുക. പിള്ളേരുടെയാണ്, എന്നാലും സാരമില്ല, അത്ര വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്കിരിക്കാം. അപ്പോൾ ഈ മരം ശരിക്കും നമ്മുടെ നാട്ടിലില്ല ഇത്രയും ഭംഗിയിൽ. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ വേനൽക്കാലത്താണ് ഇതിൽ പൂവുണ്ടാകുന്നത്. ആ പൂവുണ്ടാകുന്ന സമയത്ത് അതിൽ ഇലകൾ ഉണ്ടാവില്ല, നിറയെ പൂക്കൾ. അതിങ്ങനെ നമ്മൾ റോസയുടെ ഒക്കെ ബൊക്ക ഉണ്ടാക്കുന്ന പോലെ ഓരോ തണ്ടിലും ഇങ്ങനെ കട്ട കട്ടയായിട്ട് കോളാമ്പിയുടെ ഷേപ്പല്ലേ പൂവിന്. പക്ഷെ വലിയ സ്മെല്ലൊന്നുമില്ല. പക്ഷെ അത് കണ്ണിന് ഭയങ്കര ഒരു കൗതുകമാണ്, ഭയങ്കര ഫീലാണ്. നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം അല്ലെങ്കിൽ ഒരു എനർജിയൊക്കെ കിട്ടും. ഇങ്ങനെ നിറയെ രാവിലെ ഇങ്ങനെ വന്ന് ഇതിങ്ങനെ കാണുമ്പോഴത്തേക്ക് എന്തൊരു രസമാണെന്നറിയാമോ. ഭയങ്കര ഹാപ്പിനെസ് വരും നമുക്ക്, ഭയങ്കര സന്തോഷം. അപ്പം ഇതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് മധ്യ അമേരിക്ക. മധ്യ അമേരിക്കയിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ അവിടുത്തെ അവിടുത്തെ ഒരു ചെറിയ രാജ്യമുണ്ട്, അവിടുത്തെ ഒരു ദേശീയ വൃക്ഷവും കൂടിയാണ് ഈ ഒരു മരം. അവിടുത്തെ ഈ ഒരു പിങ്ക് പൂമരം എന്ന് പറയുന്ന ഈ ഒരു മരം അവിടുത്തെ ദേശീയ വൃക്ഷമാണ്. അപ്പോൾ ആ സ്ഥലത്തെ അറിയപ്പെടുന്നത് അമേരിക്കയിലെ ഒരു ചെറിയ രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ തള്ളവിരൽ എന്നാണ്. കാരണം നമ്മുടെ ഈ വിരലിൽ ഏറ്റവും ചെറിയ വിരൽ തള്ളവിരലല്ലേ. അപ്പോൾ അമേരിക്കയിലെ തള്ളവിരൽ എന്നാണ് ആ രാജ്യത്തെ അറിയപ്പെടുന്നത്. ശിവേ, ഇതിനെക്കുറിച്ചിട്ട് ഒരു പഴയ കഥയുണ്ട്. ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു വിരഹം ശരിക്കും പറഞ്ഞാൽ പൂക്കൾ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴത്തെയും ഒരു പ്രണയത്തിൻ്റെ സിമ്പലാണെന്ന് പറയാം അല്ലേ. ശരിക്കും പ്രണയത്തിൻ്റെ സിമ്പലാണ്. റോസാപ്പൂ ആണെങ്കിലും എന്ത് പൂവാണെങ്കിലും കാണാൻ ഭംഗിയുള്ള എന്ത് പൂവും നമുക്കൊരു പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ സിമ്പലായിട്ടൊക്കെ കാണാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം അതേപോലെ ഒരു സിമ്പലാണ് നമ്മുടെ ഈ ഒരു പിങ്ക് ട്രീ അല്ലെങ്കിൽ വസന്ത ചെമ്പകം എന്നൊക്കെ പറയുന്ന ഈ ഒരു പൂവ്. എൽ സാൽവഡോർ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ദേശീയ വൃക്ഷമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അവിടുത്തുകാർക്ക് ഈ ചെടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രണയ കഥയുണ്ട്. കാരണം അവിടുത്തെ എൽ സാൽവഡോർ എന്ന് പറഞ്ഞ രാജ്യത്ത് പണ്ട് അവിടെ 2 രാജവംശങ്ങൾ, ശത്രുതയിൽ ഉണ്ടായിരുന്ന 2 രാജവംശങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രാജവംശങ്ങളിലെ അവിടുത്തെ രാജകുമാരനും 2 ടീമാണല്ലോ. അവിടുത്തെ രാജകുമാരനും രാജകുമാരിയും തമ്മിൽ ഭയങ്കര കടുത്ത പ്രണയമാണ്. അതിൽ ഹൊവിറ്റാൽ എന്ന് പറയുന്ന രാജകുമാരൻ ബാൽസം എന്ന് പറയുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മരമായി മാറിയെന്നും അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ഈ ഒരു പിങ്ക് ട്രീ മരം പെണ്ണാണല്ലോ. അപ്പോൾ ആ കെറ്റ്സ എന്ന് പറയുന്ന ആ ഒരു രാജകുമാരി കെറ്റ്സാൽ ഈ ഒരു പൂമരമായിട്ട് മാറിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും അടുത്തടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മരത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് എപ്പോഴും അടുത്ത് രാജകുമാരൻ ഈ ഒരു കുഞ്ഞു മരത്തെ പ്രൊട്ടക്റ്റ് ചെയ്താണ് നമ്മുടെ ബാൽസം മരം നിൽക്കുന്നതെന്നാണ് അവിടുത്തുകാരുടെ ഒരു വിശ്വാസം. ആ ഒരു പ്രണയം, കാരണം അവരുടെ പ്രണയം എപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തുകാർ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഇങ്ങനെ അതിൻ്റെ ഇലകൾ കൊണ്ട് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത്, ശിഖരങ്ങൾ കൊണ്ട് ഈ മരത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കും. വേനൽക്കാലമാകുന്ന സമയത്ത് ഇതിൻ്റെ ഇലകളൊക്കെ പൊഴിച്ച് പൂക്കളൊക്കെ നിറയെ വന്നിട്ട് ഭയങ്കര സുന്ദരിയായി അവരുടെ സൗന്ദര്യം ആ ബാൽസം മരത്തെ കാണിച്ചു കൊടുക്കുന്നു എന്നാണ്. അവരെ സന്തോഷിപ്പിക്കുന്നു. നമ്മുടെ രാജകുമാരനെ, ഈ രാജകുമാരി നിറയെ പൂക്കളുണ്ടായി ആ പൂക്കളിലൂടെയാണ് ആ രാജകുമാരിയുടെ സൗന്ദര്യം കാണിച്ച് രാജകുമാരനെ സന്തോഷിപ്പിക്കുന്നതെന്നാണ് അവരുടെ വിശ്വാസം. അതിപ്പോൾ അങ്ങനെ നിൽക്കുന്നത് എവിടെ കണ്ടാലും കാടുകളിലൊക്കെയാണ്, അവിടുത്തെ കാടുകളിലൊക്കെയാണ് ഇങ്ങനെ നിൽക്കുന്നത്.
അടുത്തടുത്ത് നിൽക്കുന്നത് കണ്ടാൽ ഇത് അവർ രണ്ടുപേരും ആണെന്നുള്ളതാണ് അവിടുത്തുകാരുടെ വിശ്വാസം. അപ്പം അതുപോലെ തന്നെയാണ് പറയുന്നത്, ഈ ഒരു ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ നമ്മൾ വേനൽക്കാലത്താണ് ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വേനൽക്കാലത്ത് പൂക്കൾ ഉണ്ടാവുന്ന സമയത്ത് അവർ അത് ഈ ഒരു ജനുവരി തൊട്ട് അങ്ങനെ ആ ഒരു സമയത്ത് ഇതിൽ പൂവുണ്ടാകുന്നത്. ഇപ്പം നമ്മുടെ ഇവിടെ ആ ഒരു ടൈമിൽ നന്നായിട്ട് പൂവുണ്ടായി. അപ്പം നല്ല ചൂടുള്ള സമയത്ത് നല്ല സൂര്യപ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ നിറയെ പൂക്കൾ ഉണ്ടാവും. പെട്ടെന്ന് ഇത് വളർന്ന് കയറി വരുന്ന ഒരു മരമാണ്. അപ്പം നമ്മുടെ സസ്യമല്ല, ഇതൊരു അധിനിവേശ സസ്യമാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇതിൽ കായ്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി നീളമുള്ള കായ്കളായിരിക്കും. അപ്പോൾ അത് മൂത്ത് കഴിയുമ്പോൾ അതിന് പൊട്ടി എന്താണ് ചിറകുകൾ പോലെ നമ്മൾ എന്താ പറയണേ, ഈ അപ്പന്താടിയൊക്കെ പറന്ന് നടക്കുന്ന പോലെ ഇതിൻ്റെ ചിറകുകൾ ഇങ്ങനെ പല സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്ത് നിറയെ പുതിയ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ അവിടെയുള്ള നാട്ടുകാരുടെ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ അവരുടെ ഏരിയകളിലൊക്കെ ഈ ഒരു മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് വേനൽക്കാലമാകുമ്പോൾ നിറയെ പൂവുണ്ടാവില്ലേ, അപ്പോൾ കാണാനും ഭംഗിയാണ്. അതിനുശേഷം നമ്മൾ മഴക്കാലമാകുന്നതിൻ്റെ ഒരു പുത്തൻ, കാരണം വേനൽക്കാലം എന്ന് പറഞ്ഞാൽ ഉണങ്ങി വരേണ്ട ഒരു ഇത്, നമ്മുടെ ജീവിതവും ഉണങ്ങി വരേണ്ട ഒരു അവസ്ഥ എന്നൊക്കെ പറയില്ലേ, അതാണ്. പക്ഷേ അതിനകത്ത് ആ പൂക്കളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അവർക്കൊരു പുത്തൻ പ്രതീക്ഷ എന്നാണ് പറയുന്നത്. മഴക്കാലത്തിൻ്റെ ഒരു പുത്തൻ പ്രതീക്ഷ, കാരണം വരാനിരിക്കുന്ന ഒരു നല്ല സമയത്തിൻ്റെ ഒരു മഴക്കാലത്തിൻ്റെയൊക്കെ ഒരു പുത്തൻ പ്രതീക്ഷയായിട്ടാണ് ഈ പൂക്കളെ അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന, അവിടെ എൽ സാൽവഡോറിലെ ജനങ്ങളുടെ അവരുടെ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വൃക്ഷമാണ് നമ്മുടെ ഈ മരം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഗവൺമെൻറ് അത് അവരുടെ ദേശീയ വൃക്ഷമായിട്ട് പ്രഖ്യാപിച്ചത്. ചേച്ചി, ഈ മരത്തിന് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? മീൻസ് നമുക്ക് എന്തെങ്കിലും മരുന്ന് അങ്ങനെയായിട്ടല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു വിദേശി സസ്യമാണ്. അപ്പം നമ്മുടെ ആയുർവേദ ഗ്രന്ഥത്തിലൊന്നും ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. പക്ഷെ അവിടുത്തുകാർ പനി, മലേറിയ ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ ഇതിൻ്റെ തൊലി തിളപ്പിച്ചിട്ടൊക്കെ വെള്ളം ഉപയോഗിക്കാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് നമ്മളത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറ്. ഇപ്പം അല്ലെങ്കിൽ തന്നെ എല്ലാം നമ്മൾ ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ളതിനപ്പുറം നമ്മൾ വേറെ അങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡുകളൊന്നും വളരെ റെയറാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഒരു മരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓക്കുമരമില്ലേ, ഓക്കുമരമായിട്ട് സാദൃശ്യമുള്ള ഒരു വൃക്ഷമാണ്. പെട്ടെന്ന് വളരുന്ന സസ്യമാണ്. പിന്നെ ഇതിന്റെ ഇലകളുടെ പ്രത്യേകത, നമ്മൾ ഐവിരളി കണ്ടിട്ടില്ലേ ഇവിടെ? ഐവിരളി എന്ന് പറയുമ്പോൾ നമ്മുടെ കൈപ്പത്തി പോലെ 5 ഇതള്, അതുപോലെയാണ് ഇതിന്റെ ഇലകളും 5 ഇതളുകളാണ് വരുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള 5 ഇതളുകളാണ് വരുന്നത്. ചേച്ചി, മരത്തിന്റെ ശാസ്ത്രീയ നാമം എങ്ങനെയായിരുന്നു? ഇതിന്റെ ശാസ്ത്രീയ നാമം ടബാബുയ റോസിയ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം വരുന്നത്. ഇത് ബിഗ്നോണിയേസി എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽപ്പെടുന്ന ചെടിയാണ്. അപ്പോൾ അതിന്റെ പൂക്കളുടെ പ്രാധാന്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഓക്കുമരത്തോടൊക്കെ കുറച്ച് സാദൃശ്യമുള്ള തടിയാണ് ഇതിന്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള തടിയാണ്. പിന്നെ പെട്ടെന്ന് വളരുന്ന ഒരു വൃക്ഷവും കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് വച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വളർച്ച എത്തും. അതേപോലെ തന്നെ ഇതിൻ്റെ പ്ലാന്റേഷൻ നടത്താനും ഒക്കെ ഭയങ്കര എളുപ്പമാണ്. കാരണം ഇതിൽ നിന്നും വിത്തുകളൊക്കെ പെട്ടെന്ന് പൊട്ടി നമ്മൾ മറ്റേ നമ്മുടെ ഇതുപോലെ പറന്ന് അപ്പുപ്പന്താടി പോലെ പറന്ന് പുതിയ 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 പ്ലാന്റുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അതുപോലെ നമ്മുടെ ആ ഒരു പൂമരത്തിന്റെ പേര് എഴുതിയ കുരിയ പൂമരം എന്നൊരു പേരും കൂടെ അതിനകത്തുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ ഈ മാങ്കോമറോസിൽ നിൽക്കുന്ന ആ ഒരു മരം എന്ന് പറയുന്നത് എന്താ സാധാരണ ഒരു മരം എന്നതിനപ്പുറം നമ്മുടെ മറ്റൊരു വിദൂരമായ ഒരു രാജ്യത്തുള്ള ആ ഒരു മരത്തിൽ പ്രണയത്തിൻ്റെയും കാർഷിക സംസ്കാരത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ഒക്കെ കഥ പറയുന്ന ഒരു മരമെന്നൊക്കെ ഇതിനെ പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു മരത്തെയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതിൻ്റെ ആ ഒരു പൂവിൻ്റെ പ്രത്യേകതകളും കണ്ണിന് നൽകുന്ന ആ ഒരു പോസിറ്റീവ് ഫീലും എനർജിയൊക്കെ കൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്ത്. അതിൽ ഇത്രത്തോളം വലിയ വലിയ കഥകൾ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളത് ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോഴാണ് നമുക്കും മനസ്സിലായത് കേട്ടോ. അപ്പം നിങ്ങൾ ഈ മരം കണ്ടിട്ടുണ്ടെങ്കിലോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിലോ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക.